പതിവിന് വിപരീതമായി മികച്ചൊരു സ്റ്റാർട്ട് കൊടുക്കാൻ കോഹ്ലിക്കും രോഹിത്തിനും ഇന്നത്തെ മത്സരത്തിൽ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ്. 11 ബോളിൽ 3 ഫോറും 1 സിക്സും ഉൾപ്പെടെ 23 റൺസ് നേടിയാണ് രോഹിത് കളം വിട്ടത്. കോഹ്ലി ആവട്ടെ ഈയൊരു ലോകകപ്പിലെ തൻ്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് മടങ്ങിയത്. 37 റൺസ് നേടിയതിൽ 3 സിക്സുകളുമായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 24 റൺസായിരുന്നു കോഹ്ലിയുടെ സ്കോർ. 37 എന്നത് T20യെ സംബന്ധിച്ച് മികച്ച സ്കോർ തന്നെയാണ്. പക്ഷേ വിരാടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫോമിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഋഷഭ് പന്തും ശിവൻ ദുബെയും മികച്ച കോൺട്രിബ്യൂഷൻ നൽകിയാണ് മടങ്ങിയത്. ശിവൻ ദുബെ IPLൽ കളിച്ച ഫോമിലേക്ക് എത്തിയിട്ടില്ല. ക്രോസ് ബാർ ഷോട്ടുകളിലാണ് അദ്ദേഹം റൺസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. IPLൽ നമ്മൾ കണ്ട സ്ട്രൈറ്റ് ഡ്രൈവുകളൊക്കെ ശിവൻ ദുബെ മറന്നതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം. ഇനി പ്രത്യേകം എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് ആണ്. വെറും 27 ബോളിൽ 4 ഫോറും 3 സിക്സും ഉൾപ്പെടെ 50 റൺസ് നേടിയ താരം ഇന്ത്യയുടെ സ്കോർ 196 സഹായിച്ചു. ഇന്ത്യൻ ബാറ്റർമാർ ഇന്ന് 13 സിക്സുകളാണ് അടിച്ചത്. T20 ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ആദ്യമായാണ് 13 സിക്സ് അടിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ 2007 ഡർബനിൽ നേടിയ 11 സിക്സ് എന്ന റെക്കോർഡ് പഴങ്കഥയായിരിക്കുകയാണ്.